ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരുടെ കഴുത്തേ കിടന്ന് താലിമാല ഉരുത്തുന്നു. പക്ഷെ ഞാനത് വാങ്ങിച്ചില്ല. അയാളെ ഓർത്തല്ല, അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എനിക്ക് ആ താലിമാല വാങ്ങാൻ തോന്നിയില്ല. കെട്ടിയ താലിമാല പോലും ആ സ്ത്രീ ഊരിത്തരാൻ തയ്യാറാവുമ്പോ അയാൾ വീട്ടിലും ഒരു ശല്യക്കാരൻ തന്നെ ആയിരിക്കുമല്ലോ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അവൻ നിന്നാ മതി, അല്ലേ നിക്കണ്ട. താൻ പോടോ, ഇയാള് പോടോ. സാറേ ഈ ഗുളിക ഒന്ന് കഴിക്കും സാറേ. എനിക്ക് വേണ്ട, താനെ കഴിച്ചോ. ഓ അയ്യോ സാറേ, ഇത് എനിക്ക് കഴിക്കേണ്ട ഗുളികയല്ല. എന്താ പിള്ള ഇപ്പൊ പ്രശ്നം? സത്യാമേ, രാഘവൻ സാർ ഗുളിക കഴിക്കുന്നില്ല. ഞാൻ ഈ ഗുളികയും വെള്ളമായിട്ട് എത്ര നേരമായി പുറകെ കിടക്കുന്നു അറിയോ? തോറ്റുപോകും എല്ലാം കൊണ്ടും. രാഘവേട്ട എന്താ? മരുന്ന് കഴിക്കാതെ രോഗം മാറുവോ? ഞാൻ എന്തെല്ലാം മരുന്ന് കഴിക്കുന്നേ? ഓ, അസുഖമുള്ളവരല്ലേ മരുന്ന് കഴിക്കണ്ടേ? എനിക്കെന്തോ അസുഖം? പറ, എനിക്കെന്തോ അസുഖം? വിഷ്ണു എന്നല്ലേ? ഇങ്ങോടാ ഡാ വിഷ്ണുവേ, ഇങ്ങോടാ വിഷ്ണുവേ. ആ, എന്നാ വിഷ്ണു പറയട്ടെ. വിഷ്ണു പറഞ്ഞ ഗുളിക കഴിക്കോ? എന്താ സത്യമേ, ഗുളിക കഴിക്കുന്നില്ലേ? കണ്ടില്ലേ, പിള്ള പിന്നാലെ ഗുളിക കൊണ്ടു നടന്നിട്ടും കഴിക്കുന്നില്ല. എങ്ങനെ മരുന്ന് കഴിക്കാതെ അസുഖം മാറുന്നേ? ഡാ മക്കളെ, എനിക്കങ്ങനെ അസുഖമൊന്നുമില്ല. അതെനിക്കറിയാലോ. അതാ അതാ. അച്ഛാ, അസുഖം വരാതിരിക്കാനും നമ്മൾ ചിലപ്പോൾ മരുന്ന് കഴിക്കണം. അച്ഛൻ ഇപ്പൊ ഈ കഴിക്കുന്ന മരുന്ന് അസുഖം ഒന്നും വരാതിരിക്കാനാ, എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ. ആണ്. പിള്ളച്ചേട്ടാ, ആ മരുന്ന് ഇങ്ങിതാ. ഇനി ആ വായം തുറന്നേ. ദേ വെള്ളം കൂടെ ഒന്ന് കുടിച്ചേ. ഇത്രയേ ഉള്ളു കാര്യം. ഇനി ഇതേപോലെ നല്ല കുട്ടിയായിട്ട് കഴിച്ചോണം കേട്ടോ. നീങ്ങ വന്നേ. നീ പോ. പോയ കാര്യം എന്തായി? സോമശേഖരൻ ഒഴികെ ബാക്കി എല്ലാരും പൈസ തന്നു. അയാള് പണ്ടേ കുഴപ്പക്കാരനാ. അത്രയും വലിയ തുക അയാൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അയാളുടെ വീട്ടിൽ പോയിരുന്നു. അയാളുടെ ഭാര്യ അവരൊരു നല്ല സ്ത്രീയാ. അവരുടെ കഴുത്തേ കിടന്ന് താലിമാല ഉരുത്തുന്നു. പക്ഷെ ഞാനത് വാങ്ങിച്ചില്ല. അയാളെ ഓർത്തല്ല, അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എനിക്ക് ആ താലിമാല വാങ്ങാൻ തോന്നിയില്ല. കെട്ടിയ താലിമാല പോലും ആ സ്ത്രീ ഊരിത്തരാൻ തയ്യാറാവുമ്പോ അയാൾ വീട്ടിലും ഒരു ശല്യക്കാരൻ തന്നെ ആയിരിക്കുമല്ലോ. എന്തോടെ പിള്ളേ അവരീ പറയുന്നേ? അത് സാറേ, ഈ കണക്കെടുപ്പാ. ഈ കൊടുക്കാനും വാങ്ങാനുള്ള കാശിന്റെ കണക്കേ. ഓ അങ്ങനെ. നമുക്ക് അയാളിൽ നിന്ന് തന്നെ ഈ കാശ് മേടിക്കാം. പോയ കാര്യം എന്തായി? അവൻ പലിശ തന്നോ? ഞാൻ ചോദിക്കാൻ ചെന്നു. അപ്പൊ അവൻ കുറെ അധികം സങ്കടങ്ങൾ പറഞ്ഞു. അവന്റെ ഭാര്യ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തിരിക്കുക. അമ്മ അവന് മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ്. രാഘവേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇവനും എന്റെ മോൻ വിഷ്ണുവിന്റെ മനസ്സാ. ആരുടെ സങ്കടം കണ്ട അവൻ സഹിക്കില്ല. സത്യമേ? അല്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോ ശാരദാമ്മ ഇപ്പൊ കൂടുതലും വിഷ്ണുവിന്റെ വീട്ടിൽ തന്നെയാണ് അല്ലേ? അതെ, വിഷ്ണു പോയതിനു ശേഷം വല്ലാത്തൊരവസ്ഥയില്ല അവിടെയുള്ളവര്. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ? പെട്ടെന്നൊരാളെ കാണാതാവുക, എവിടെയാണെന്ന് ഒരു വിവരവും കിട്ടാതിരിക്കുക, സഹിക്കാവുന്നതിലപ്പുറമാണ് അത് ഓരോരുത്തർക്കും. ശരി.
കുറുപ്പ് സാർ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ആ സ്വീറ്റ്സാ സാർ എടുക്ക. എടുക്ക്. നീ എടുക്ക്. അല്ല ഇതിപ്പോ എന്തിനാ മധുരം? ആദ്യം നീ എടുക്ക്, എന്നിട്ട് പറയാം. അല്ല, ലഡു തന്നു, പക്ഷേ ഇതിന്റെ കാരണം പറഞ്ഞില്ലല്ലോ. സാധാരണ സന്തോഷകരമായ ഒരു സാഹചര്യം ജീവിതത്തിൽ നടക്കുമ്പോഴാ പൊതുവെ ആളുകൾ മധുരപലഹാരം വിതരണം ചെയ്യുന്നത്. കുറുപ്പ് സാറ് പറഞ്ഞത് കറക്റ്റാ. എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയേക്കാവുന്ന കാര്യമാ ഇപ്പൊ നടന്നിരിക്കുന്നത്. എനിക്ക് ഒരു ജോലി കിട്ടി. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. രോഹിത്തെ എവിടെയാ? എന്താ ജോലി? എന്തായാലും ശുഭസൂചകമായിട്ടുള്ള ഒരു വാർത്തയാണ്. നഷ്ടപ്പെടുകയല്ലല്ലോ ഉണ്ടായത്, ഒരു പുതിയ കാര്യം വന്ന് ചേരുകയല്ലേ. അതിപ്പോ എന്തായാലും അംഗീകരിക്കാൻ വേണ്ടത്. ഒരു സൂപ്പർ മാർക്കറ്റിലെ മാനേജറായിട്ടാ. ചിലപ്പോ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ചു ദിവസം മാറി നിൽക്കേണ്ട ആവശ്യം വരും. എന്നാലും അതിലെല്ലാം ശമ്പളവും ടീയും അലവൻസും എല്ലാം ഉണ്ട്. ഈശ്വര, എന്റെ കുറുപ്പ് സാറേ, രോഹിത്തിന് ജോലിയില്ലെന്നുള്ള ശ്യാമയുടെ സങ്കടം ഇതോടെ അങ്ങ് മാറിയല്ലോ. എനിക്കത് മതി. ജോലിയും ശമ്പളവും ഒക്കെ ആവുമ്പോ മനസ്സും ശരീരവും ഒക്കെ സന്തോഷിക്കും. അതനുസരിച്ച് അവനവന്റെ ജീവിത നിലവാരവും മെച്ചപ്പെടും. അതിലൂടെ ആ കുടുംബവും രക്ഷപ്പെടും. എന്നാ ഞാൻ ഈ വിവരം അമ്മയൊന്ന് വിളിച്ചറിയിക്കട്ടെ. ഇപ്പൊ വിളിച്ചു പറഞ്ഞാ അവിടെയുള്ള എല്ലാവർക്കും കൃത്യമായിട്ടത് കിട്ടും. ഇതെന്തായാലും എല്ലാരും ഒന്ന് അറിയട്ടെ. രോഹിത്തെ, ആ ഫോണിങ് തന്നെ. ആ രോഹിത്തെ. രോഹിത് അല്ലമ്മേ, ശ്യാമയാ. രോഹിത്തിന് ജോലി ഇല്ലാത്തതിനല്ലേ എല്ലാവർക്കും സങ്കടം. സത്യാമ്മയോട് പറഞ്ഞേക്കെ രോഹിത്തിന് ജോലി കിട്ടിയെന്ന്. ജോലി കിട്ടിയതിൽ സന്തോഷം മോളെ. പക്ഷെ അതിന് ഇങ്ങനെ എന്തിനാ നീ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എന്റെ ഭർത്താവിന് കിട്ടിയിരിക്കുന്നതേ ഗുണ്ടാപ്പണിയൊന്നും അല്ല, മാന്യമായിട്ടുള്ള ജോലിയാ. അത് പിന്നെ അമ്മയുടെ കളക്ടർ മോളോടും കൂടി ഒന്ന് പറഞ്ഞേക്ക്. ഞങ്ങളും ഇനി ഒരു അല്പം അന്തസ്സിൽ ജീവിക്കാൻ പറ്റുമോ നോക്കട്ടെ. ശ്യാമേ, രോഹിത് ഒന്നും മിണ്ടാതിരുന്നേ. ഞങ്ങൾ ഒരിടത്തും എത്തില്ലെന്നാണല്ലോ അവിടെ എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നേ. പ്രത്യേകിച്ചും കളക്ടർ അമ്മ. ഒന്നിനും കൊള്ളാത്തവനെന്നും പറഞ്ഞ് രോഹിത്തിനെ തഴഞ്ഞിട്ടേക്കുമായിരുന്നല്ലോ. ശ്യാമേ, നിന്നോട് എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ അമ്മേ. എന്റെ സന്തോഷത്തിനൊന്നും അമ്മയ്ക്ക് പങ്കുചേരാനാവില്ലല്ലോ. അമ്മയ്ക്കിപ്പോ ആകെ ഉള്ളൊരു മോള് കളക്ടർ മോള് മാത്ര.